മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് ഇന്റെപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിന്റെ തുടർച്ച. ഞാൻ അറിയാത്ത ഒരു രഹസ്യവും എൻ്റെ ശിഷ്യയ്ക്കുണ്ടായിരിക്കരുത്. എല്ലാം തുറന്നു പറഞ്ഞോളൂ. അതിനുശേഷമാണ് പഠിക്കൽ. എൻ്റെ സഹോദരനെന്നു പറയുന്ന ആ മഹാനുഭവതിയുമായി എന്താണ്? ചുമ്മാ ഇരി തുട്ടാപ്പി. തുറന്നു പറയുന്നോ അടി കിട്ടണമോ? കള്ളബുദ്ധൂസിനെ ഞാൻ അറുത്ത് 4000 കഷ്ണമാക്കും. പറയൂ. ഓ തുട്ടാപ്പി, പറയൂ. എന്താണ്? എൻ്റെ ഇക്കാക്കയും താത്തയും എന്താണ് ബന്ധം? കുഞ്ഞു പാത്തുമ്മയെ നോവിക്കാൻ പോകുന്നതുപോലെ അവൾ പറഞ്ഞു. ചുമ്മാതിരി തുട്ടാപ്പി. ഐഷ കുറെ സമയം മിണ്ടാതിരുന്നു. എന്നിട്ട് ചോദിച്ചു, ഇത്താത്തയ്ക്ക് ഡാൻസ് ചെയ്യാൻ അറിയുമോ? അതെന്താണെന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ പാടില്ല, അവൾ പറഞ്ഞു. ക്ഷൗരം, അലക്ക്, പാചകവിദ്യ, ചിത്രമെഴുത്ത്, ഇത് വല്ലതും അറിയുമോ? ചുമ്മാ ഇരി തുട്ടാപ്പി. അറിയാൻ പാടില്ല. തുട്ടാപ്പിക്ക് എന്താ, പഠിപ്പിച്ചാലെന്താ? എന്നാൽ കേട്ടോളൂ. പുരുഷന്മാരെ പോലെ കള്ളബുദ്ധൂസുകൾ ഈ ദുനിയാവിൽ വേറെയില്ല. ചുമ്മാ ഇരി തുട്ടാപ്പി. അങ്ങനെ പറ്റല്ലേ. കുഞ്ഞു പാത്തുമ്മയ്ക്ക് ഐഷയുടെ ശ്രദ്ധയെ തിരിച്ചുവിടാൻ ഒരു വിഷയം കിട്ടി. 2-3 എറുമ്പുകൾ കൂടി ചത്ത ഒരീച്ചയെ പുല്ലിന്റെ പുറത്തുകൂടി വലിച്ചു കൊണ്ടുപോകുന്നു. കുഞ്ഞു പാത്തുമ്മ പറഞ്ഞു. തുട്ടാപ്പി, ഇപ്പോ ഷജറത്തുൽ മുന്താഹയുടെ ഒരു കൊച്ചില വീണ് കാണും, നോക്കിക്കോ, ഐഷ പറഞ്ഞു. ഗൗരവമുള്ള വിഷയത്തെപ്പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത്താത്തയ്ക്ക് എഴുത്ത് പഠിക്കണമോ? പഠിച്ചണം. ശരി, എന്നാൽ ചോദിക്കുന്നതിന് ശരിയായ സമാധാനം പറയൂ. എൻ്റെ ഇക്കാക്കയെ എപ്പോൾ പരിചയപ്പെട്ടു? എന്നാ എഴുത്ത് പഠിപ്പീര് തുട്ടാപ്പി. താത്ത ഞാനുമായല്ലേ ആദ്യമായി ഇഷ്ടമായത്? അല്ല തുട്ടാപ്പി, കുഞ്ഞു പാത്തുമ്മ പറഞ്ഞു. എന്ത്? ഐഷ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാനുമായി അല്ലെന്നോ? അല്ല. അത് പറയൂ. ഞാൻ കുളിച്ചാൻ വന്നത് കുഞ്ഞാടെ കിണറ്റുംകരേന്ന്. തുട്ടാപ്പി മറ്റ് വരണത് മുമ്പ് ഒരു ദിവസം കെട്ടിയോള് കുരുവിനെയും കൊത്തിക്കൊല്ലാൻ പോയി. അപ്പോ കെട്ടിയോള് കുരുവി തോട്ടി വീണു. അയിനെ നോക്കുമ്പോ ഞാനും തോട്ടി വീണു. എൻ്റെ കൈ മറ്റേ കുത്തിക്കീറി. ഒത്തിരി ചോര വന്നു. ഞാൻ കുറച്ച് ചോര കെട്ടിയോള് കുരുവിക്ക് കൊടുത്തു. അയിൻ്റെ വയറ്റി 2 മുട്ടയുണ്ടായിരുന്നു. അപ്പോ തുട്ടാപ്പിൻ്റെ ഇക്കാക്ക തുട്ടാപ്പി അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് തോട്ടി ഇറങ്ങി വന്ന് എൻ്റെ കൈ വെച്ച് കെട്ടി. എന്നാ തോട്ടീന്ന് കരക്ക് കയറ്റി. കുളിച്ചുമ്പോ നനക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് കുരുവിയോ? പറന്നു അതിൻ്റെ വീട്ടിൽ പോയി. ഓ, ഇതാണല്ലേ. ഐഷ തന്നെത്താൻ പറഞ്ഞു. ഓ, ഇതാണല്ലേ കുഞ്ഞു പാത്തുമ്മ ചെയ്ത അത്ഭുത കൃത്യം. എന്താണ് തുട്ടാപ്പി? ഓ, ഒന്നുമില്ല, ഐഷ പറഞ്ഞു. ആണുങ്ങൾ എന്നു പറയുന്ന കള്ളബുദ്ധൂസുകളെ പറ്റി. ചുമ്മാ ഇരി തുട്ടാപ്പി. അങ്ങനെ പറയാവോ? ഇനി എൻ്റെ മോൾ എന്നെ തല്ലി തുടങ്ങും. അതിനു എനിക്ക് വിധിയുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോഴും ഐഷ ബീവി സുഷ്മരവദനയായി കാണപ്പെട്ടു എന്ന് ലോകം പറയും. എന്താണ് തുട്ടാപ്പി? ഞാൻ പഠിപ്പിക്കാൻ പോകുന്നു, ശ്രദ്ധിക്കുക. ഐഷ നിലത്ത് ബ എന്നൊരക്ഷരം എഴുതി. സൂക്ഷിച്ചു നോക്കൂ. ഈ ജാതി ആ ബുക്കിലുണ്ടോ എന്ന് നോക്കൂ. എന്നും പറഞ്ഞ് അവൾ പുൽത്തക്കിടിയിൽ മലർന്നു കിടന്നു. കുഞ്ഞു പാത്തുമ്മ പുസ്തകത്തിലെങ്ങും നോക്കി, കാണുന്നില്ല. ഒടുവിൽ അവൾ അത് പുസ്തകത്തിന്റെ പുറത്തുനിന്ന് തന്നെ കണ്ടുപിടിച്ചു. ഐഷ എണീറ്റു. അവന്റെ പേരാകുന്നു ബ. ആ അക്ഷരത്തിന്റെ പേരെന്ത്? കുഞ്ഞു പാത്തുമ്മ പറഞ്ഞു. ബ. ബ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് പറയൂ. ബൈ. ബുദ്ധൂസേ, കള്ള ബുദ്ധൂസേ, വഴി എന്ന് പറയണം. വഴി. അപ്പോൾ അതിൽ ബായുണ്ടോ? ഇല്ല. എന്നാൽ ഒന്ന് ആലോചിച്ച് പറയൂ. വഴുതനങ്ങ. വഴുതനങ്ങ എന്ന് പറയൂ. കുഞ്ഞു പാത്തുമ്മ അങ്ങനെ എഴുത്തു പഠിക്കാൻ തുടങ്ങി. രാവും പകലും അവൾ അധ്വാനിച്ചു. ഉമ്മയെയും ബാപ്പയെയും അവൾ അതറിയിച്ചില്ല. ഉമ്മ കണ്ടാൽ ചീത്ത പറയുമെന്ന് അവൾക്കറിയാം. ഉമ്മയാണെങ്കിൽ പെട്ടെന്ന് നിസ്കാരവും തുടങ്ങി. വലിയ പ്രാർത്ഥനയാണ്. നിസ്കാരപ്പായിൽ നിന്നെണീക്കാറില്ല. അവിടെ ഇരുന്നുകൊണ്ടാണ് വീട്ടുകാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. കുഞ്ഞു പാത്തുമ്മ അടുക്കളയിരുന്നും കിടക്കപ്പായിലിരുന്നും പഠിച്ചു തുടങ്ങി. അവൾക്ക് എപ്പോഴും സംശയമുണ്ടാകും. അവൾ അയൽപ്പക്കത്തേക്കും ചെല്ലും. അവൾ ആകെ മധുരിമയോടെ ജ്വലിക്കും. ഒരു ദിവസം ഐഷയുടെ ഉമ്മ എന്തോ ഒരു കുരുവിയെപ്പറ്റി ചോദിച്ചു. അവൾ ആകെ ചുമന്നുപോയി. നോവൽ തുടരും.